സൂറത്തു തൂറിലെ 28ാമത്തെ ഒരു ആയത്ത്, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. സ്വർഗാവകാശികളായ ആളുകൾ അവർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണി എന്താണ്? സ്വർഗത്തിലേക്ക് എത്തിയ ആളുകൾ ദുനിയാവിലുള്ള കൂട്ടുകാരെ കാണുന്നതിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേക്ക് അവരുടെ ആ മണിമാളികക്കുള്ളിലേക്ക് ഒരു പരവതാനി വരികയാണ്. ആ പരവതാനിയിലേക്ക് കയറി ഇരിക്കുന്നതോടുകൂടെ ദുനിയാവിലെ ഏത് കൂട്ടുകാരനെയാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ കൂട്ടുകാരന്റെ അരികിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. എത്തിയിട്ടോ എന്താ അവരുടെ പരിപാടി? രണ്ടുപേരും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ദുനിയാവിൽ അവർ ഒരുമിച്ച് കൂടിയതിനെ സംബന്ധിച്ച്, ദുനിയാവിൽ അവർ അനുഭവിച്ചതും അവർ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളെ കുറിച്ച് ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കും. കൂട്ടുകാരോടൊന്നിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. ഈ ഒരു ലോകമാണ്. അല്ലാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ തന്റെ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നത് ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ചാണ്. അതിനിടയിൽ ഒരാൾ തന്റെ കൂട്ടുകാരനോട് ചോദിക്കും, സഹോദര, എന്നാണ് നമുക്ക് പടച്ചോൻ പുറത്തു തന്നത്? നമ്മളിങ്ങനെ ഈ സ്വർഗാവകാശികളൊക്കെ ആയി സ്വർഗത്തിൽ എത്തിയല്ലോ, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ മാത്രം പാകപ്പെട്ടത് എന്നത്തെ ഒരു ദിവസത്തിന്റെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് ദുആഇന്റെ ഫലമാണ് നമുക്ക് അല്ലാഹു പുറത്തു തന്നത് എന്ന് ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് ചോദിക്കുമ്പോ കൃത്യമായി തന്റെ സാഹിബ് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഇന്ന ദിവസം ഇന്ന സദസ്സിൽ വെച്ച് നമ്മൾ ദുആ ചെയ്തില്ലേ, ആ ദുആ ആണ് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടിയിട്ട് നമ്മളെ സുഅദാഇന്റെ പട്ടികയിൽ എഴുതിയതെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഏത് സദസ്സാവാം. ഒരുപക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, ഒരു മനുഷ്യനും കാണാത്ത സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് കയറി വന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് നമ്മൾ കൽപറിഞ്ഞു കൊടുത്തിട്ടുള്ള ചെറിയ നാണയത്തുട്ടുകളുണ്ടല്ലോ, ആ തുട്ടിന് പകരം അദ്ദേഹം അല്ലെങ്കിൽ ആ പാവപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്നുള്ള ഒരു ദുആ മതിയാകും. ഒരു ചെറിയ മുതഅല്ലിമാണ് അവിടെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുമില്ല, 3-4 ആളുകളെ ഉള്ളൂ. ആ ചെറിയ മുതഅല്ലിം, ഇൽമിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ, അല്ലാഹു വലിയ ഫദ്ൽ നൽകിയവരാണ്. ആ മുതഅല്ലിമിന്റെ ദുആഇന്റെ ഫലമായിട്ടായിരിക്കും 10-60 വർഷം നമ്മൾ ജീവിച്ചപ്പോഴും അല്ലാഹു ജല്ല ജലാലുഹു നമ്മളിൽ നിന്ന് വന്ന അപാകതകളെ പുറത്തു തരാനുള്ള കാരണമുണ്ടായിരിക്കുക.